പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു വിദ്യാർത്ഥിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് അഖിൽ, ഞാൻ വലക്കാവ് നിന്ന് വരുന്നു. അഖിൽ വലക്കാവ് നിന്ന് വരുന്നു. ഞാൻ 2014 പ്ലസ് 2 എക്സാം എഴുതിയത്. മാർച്ചിൽ മെയിൽ റിസൾട്ട് വന്നു, അതിൽ തോറ്റു. പിന്നെ സപ്ലിക്ക് അപേക്ഷിച്ച് സെപ്റ്റംബറിൽ റിസൾട്ട് വന്നു, അതിലും തോറ്റു. പിന്നെ പഠിപ്പ് നിർത്തി 1 കൊല്ലം ജോലിക്ക് പോയി, അവിടെ കൂടി കയറി ജോലിക്ക് നിന്നു. അത് കഴിഞ്ഞിട്ട് NIOS പ്ലസ് 2 വീണ്ടും പഠിച്ചു. പിന്നെ കുറച്ച് ജോലിക്കൊക്കെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ സുബോധം ഉണ്ടായി, ഇങ്ങനെ പോയാൽ പോരാ, പഠിക്കണം. അങ്ങനെ വീണ്ടും പ്ലസ് 2 പഠിക്കാൻ തുടങ്ങി. അതിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ റിസൾട്ട് 2016 വന്നു, അതിലും തോറ്റു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ ചേച്ചി അഭിഷേകാഗ്നി ഇങ്ങനെ TV-യിൽ 8:30 ഞായറാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം ഞാൻ വലിയ വിലയൊന്നും വെച്ചില്ല, കാണായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരുടെയും സാക്ഷ്യം പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതനുസരിച്ച് ഞാൻ പ്ലസ് 2 വീണ്ടും എക്സാം എഴുതി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ 70% മാർക്കോട് കൂടി ഞാൻ പ്ലസ് 2 പാസ്സായി. 70% മാർക്കുണ്ട്. 70% മാർക്കോടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അങ്ങോട്ട് ജയിച്ചു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി കൈയടിച്ച് ഗുണകൂടെ പാടി പാടി ആരാധിക്കാം. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. സ്വരത്തിൽ ഹല്ലേലൂയ ആമേൻ, 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 ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകം വിദ്യാർത്ഥിനികളുടെ അലസത കർത്താവ് എടുത്തു മാറ്റും. പഠിക്കാനിരിക്കുമ്പോൾ താല്പര്യമില്ലായ്മ, പഠിച്ചാൽ ജയിക്കില്ല എന്നുള്ള ചിന്ത, എൻ്റെ ഫ്യൂച്ചർ ഇരുളടഞ്ഞു പോയി എന്നുള്ള ചിന്ത, കർത്താവ് ഇന്ന് കുട്ടികളെ അനുഗ്രഹിക്കുന്ന ഒരു സുദിനമാണ്. നന്നായിട്ട് കുട്ടികളും മുതിർന്നവരും എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഒരു അനോയിൻറ്റിങ് ഈ സമയം ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്ന സർവ്വ മക്കളുടെ മേൽ വർഷിക്കുന്നുണ്ട്. രോഗികളായ മക്കൾ വിശ്വാസത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുക. നിങ്ങൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, റൂമുകളിൽ ഇപ്പോൾ കർത്താവ് നൽകുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. വലിയ ഉണർവാണ്. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. തുള്ളിച്ചാടി കൈയടിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും കാലുകളൊക്കെ മാറ്റി മാറ്റി ചവിട്ടി നല്ല സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാത്മാവേ വരണമേ, ക്ഷീണമെല്ലാം എടുത്തു മാറ്റണമേ, നിരാശ മാറ്റണമേ, സങ്കടം മാറ്റണമേ, ഉണർവ് നൽകണമേ, സൗഖ്യം നൽകണമേ, ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ, ആത്മീയ ജീവൻ നൽകണമേ, വിശുദ്ധി നൽകണമേ. തുള്ളിച്ചാടി കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു. യേശുവേ കണ്ണുനീരിൽ നോവതിലും ആരാധിക്കുന്നു. സർവ്വതും സമർപ്പിച്ച് ആരാധിക്കുന്നു. വേദനയിൽ ആരാധിക്കുന്നു. രക്ഷിതാവേ കണ്ണുനീരിൽ വേദനയിലും ആരാധിക്കുന്നു. മഹത്വത്തിന്റെ രാജാവേ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ മാറ്റുന്നവനെ ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു. കണ്ണുനീരു മാറ്റുന്നവനെ ആരാധിക്കുന്നു. തുള്ളിച്ചാടി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആഹ്ലാദത്തോടെ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ കർത്താവേ, ഈ സമയം എഴുന്നള്ളി വരണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Glory, 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 glory. ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ യേശുവേ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. കൈയടിച്ച് ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. കൈ ഉയർത്തി കൈയടിച്ച് ബന്ധിതരെ മോചിപ്പിച്ചതാ കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. തുള്ളിച്ചാടി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. നിരാശ മാറട്ടെ, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ മന്ദതയും മാറട്ടെ. ആരാധിക്കുന്നു, Glory, glory, glory. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അന്ധകാര അരിവുകളെയും ബന്ധിക്കുന്നു, ക്ഷീണത്തിന്റെ അരിവുകളെ ബന്ധിക്കുന്നു, എല്ലാ പാപത്തിന്റെ അരിവുകളെ ബന്ധിക്കുന്നു, പകർച്ചയുടെ അരിവുകളെ ബന്ധിക്കുന്നു, ഭിന്നിപ്പിന്റെ അരിവുകളെ ബന്ധിക്കുന്നു, പരിഹാസത്തിന്റെ അരിവുകൾ ബന്ധിക്കുന്നു, നിഷേധത്തിന്റെ അരിവുകളെ ബന്ധിക്കുന്നു, എല്ലാ തരത്തിലും ദൈവ നിഷേധത്തിന്റെ അരിവുകളെ ബന്ധിക്കുന്നു. വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തകർന്നു ഉയർത്തെഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Please be seated. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മലയാളം അറിയുന്നവരുണ്ട്, മലയാളം മാത്രം അറിയുന്നവരുണ്ട്, കന്നഡ ഭാഷയിലുള്ളവർ ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന കുട്ടികളുണ്ട്. വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അച്ഛൻ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്.
കുട്ടികൾക്കും അതുപോലെ വിവിധ രാജ്യങ്ങളിലിരിക്കുന്നവരെയും അവരവരുടെ ഭാഷകളിൽ കർത്താവിൻ്റെ ആത്മാവ് ജ്ഞാനം നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയണത് പെട്ടെന്ന് ഫ്ലുവൻ്റായിട്ട് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ശ്രദ്ധാപൂർവ്വം ഇരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ഹൃദയങ്ങളെ അറിയുന്ന ആത്മാവ് അനുഗ്രഹങ്ങൾ കൊണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കും. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ദ മിനിസ്ട്രി ഓഫ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, പരസ്പര അന്തർനിവാസത്തിൻ്റെ ശുശ്രൂഷ. ഒരു വ്യക്തിയാണ്, പക്ഷെ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്ങിൻ്റെ ഒരു ശുശ്രൂഷ ലോകത്തിലുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ശുശ്രൂഷ ഏറ്റവും ആദ്യമായി ചെയ്തത് യേശുവാണ്. യേശു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് യേശു തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനല്ല, എന്നിലൂടെ എൻ്റെ പിതാവാണ് സംസാരിക്കുന്നത്. അത് നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 8 to 10. അവിടെ പീലിപ്പോസ് യേശുവിനോട് സംസാരിക്കുന്നതും യേശു അതിന് മറുപടി നൽകുന്നതുമായ ഒരു രംഗമാണ്. നമുക്കത് വായിക്കാം. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്നു നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇതാണ് പരസ്പര അന്തർനിവാസത്തിൻ്റെ ശുശ്രൂഷ, മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്ങിൻ്റെ മിനിസ്ട്രി. യേശു പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയാണ് യേശു പിതാവിലും പിതാവ് യേശുവിലും. യേശു ഒരു കാര്യം പറയുമ്പോൾ അത് പിതാവിൻ്റെ സ്വരമാണ് യേശു ക്രിസ്തുവിങ്കിലൂടെ ലോകം ശ്രവിച്ചത്. എന്നിട്ട് യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെയുള്ള ഒരു പരസ്പര അന്തർനിവാസത്തിൻ്റെ ശുശ്രൂഷയാണ് ഒരു വൈദികൻ്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് വിത്ത് ക്രൈസ്റ്റ്. യേശുവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അയക്കപ്പെട്ടിരിക്കുന്ന ഒരു വൈദികനും പരസ്പരം ലയിച്ചുള്ള ശുശ്രൂഷയാണെന്ന് ദൈവത്തിൻ്റെ സഭ ദൈവമക്കളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് 427 ഖണ്ഡികയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിൽ ഓരോ പ്രബോധനങ്ങളും ഓരോ ഖണ്ഡികയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 427 ഖണ്ഡികയിലാണ് മിനിസ്ട്രി ഓഫ് മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് എങ്ങനെയാണ്: മതബോധനത്തിൽ അവതീർണ വചനവും ദൈവപുത്രനായ ക്രിസ്തുവുമാണ് പ്രധാന പ്രബോധന വിഷയം. മറ്റുള്ളതെല്ലാം അവിടത്തോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു. പ്രബോധകനും ക്രിസ്തു മാത്രമാണ്. അതായത് ഈ ഭൂമിയിൽ ഒരച്ഛൻ പ്രബോധിപ്പിക്കുകയാണെങ്കിലും അച്ഛനല്ല, ക്രിസ്തുവാണ്. പ്രബോധകനും ക്രിസ്തു മാത്രമാണ്. അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്: ഒരു അച്ഛൻ മാമോദീസ മുക്കുമ്പോൾ അച്ഛനല്ല,
യേശു തന്നെയാണ് അവിടെ ആ കൂദാശ വ്യക്തി കൂടെ, യേശു തന്നെയാണ് ആ വ്യക്തിയെ മാമോദിസം കൊടുക്കുന്നത്. ഒരച്ഛൻ കുമ്പസാരിപ്പിക്കുമ്പോൾ അച്ഛനല്ല, യേശു തന്നെയാണ് ആ കുമ്പസാരക്കൂട്ടിൽ ആ വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. ഒരച്ഛൻ വചനം പ്രസംഗിക്കുമ്പോൾ അച്ഛനല്ല, യേശു തന്നെയാണ് അച്ഛൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കുന്നത്. അങ്ങനെ ഓരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ആ അച്ഛൻ എന്ന വ്യക്തിയല്ല, പകരം യേശുവാണ് അച്ഛനിലൂടെ പ്രവർത്തിക്കുന്നത് എന്നാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം. ഇത് നമ്മൾ കാണുന്നത് 427 ഖണ്ഡികയിൽ തുടർന്നുള്ള ഭാഗങ്ങളിലാണ്. ക്രിസ്തു മാത്രമാണ് പ്രബോധകൻ. മറ്റാരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്രിസ്തു സന്ദേശത്തിൻ്റെ വാഹകനോ വ്യാഖ്യാതാവോ മാത്രമാണ്. അയാളുടെ അധരങ്ങളിലൂടെ സംസാരിക്കുന്നത് ക്രിസ്തുവാണ്. അച്ഛൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കുന്നത് ക്രിസ്തുവാണ്. ഒരു വചനപ്രഘോഷകൻ സംസാരിക്കുമ്പോൾ ആ വചനപ്രഘോഷകൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കുന്നത് ക്രിസ്തുവാണ്. ആ വചനപ്രഘോഷകൻ പറയണത് കേൾക്കുമ്പോൾ അത് ഞാൻ സ്വീകരിച്ചാൽ, യേശു നേരിട്ട് പറയുമ്പോൾ സ്വീകരിച്ചാൽ എന്ന പോലെയുള്ള ശക്തി ഉണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം അഭിഷേകത്തിന് നടക്കുകയാണ്. അഭിഷേകത്തിന് നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു, കർത്താവ് ഇടപെടുന്നു. ആ സമയത്തൊരു ദൈവ പൈതൽ ആ വാക്ക് ദൈവത്തിൻ്റെ വാക്കായി സ്വീകരിച്ചു. അങ്ങനെ മനസ്സ് തുറന്ന് സ്വീകരിച്ച അപ്പോൾ യേശു പറഞ്ഞ കേട്ട പോലെയുള്ള അത്ഭുതങ്ങളോടെ നടക്കും. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് തങ്കച്ചൻ. ഞാൻ ഓടന്തോട് ഇടവക അംഗമാണ്. ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണ് തങ്കച്ചൻ ചേട്ടൻ. 87 വയസ്സുള്ള എൻ്റെ ചാച്ചന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ചാച്ചന് ചെറുപ്പം മുതലേ തലവേദന ഉണ്ടായിരുന്നു. അത് പിന്നെ പതുക്കെ മരുന്നെല്ലാം കഴിച്ച് മാറി. ചെറുപ്പം മുതൽ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളായിരുന്നു ചാച്ചൻ. 87 വയസ്സായപ്പോൾ ഏകദേശം മരുന്ന് കഴിച്ചിട്ട് കുറയാണ്ട് അതിശക്തമായ തലവേദന. ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടിയില്ല. അവർ പറഞ്ഞു പുറത്തു പോയി സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുതരാൻ. മംഗലാപുരം പോയി സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൻ്റെ 60% രക്തം കൊണ്ട് മൂടപ്പെട്ടു. തലച്ചോറിൻ്റെ 60% ക്ലോസ്ഡായി. ഇനി ഒന്നും ചെയ്യാനില്ല, വേദനയ്ക്കുള്ള മരുന്ന് തന്നു വിട്ടു. പിന്നെ ചാച്ചനെ ശ്രദ്ധിച്ചു കൊള്ളണം, എപ്പം വേണമെങ്കിലും വീഴാം. അങ്ങനെ വീണ് ആശുപത്രിയിൽ പോയി 2 ദിവസം കിടന്നപ്പോൾ ആള് തീരെ മേലാണ്ടായി. വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. ആശുപത്രിയിൽ നിന്ന് തന്നെ അന്തികൂദാശീലം കൊടുത്ത് വീട്ടിൽ വിട്ടു. അപ്പോൾ 2015 ഒക്ടോബർ 18 ഭട്ടായി അച്ഛൻ്റെ അഭിഷേക അഗ്നി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് കിടപ്പിലായ രോഗികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ പ്രാർത്ഥന. അവര് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോ, ദൈവം സൗഖ്യപ്പെടുത്തുന്നതായി കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ ചാച്ചൻ ഇങ്ങനെ കിടക്കുകയാണ്, 3 ദിവസത്തിനുള്ളിൽ എൻ്റെ ചാച്ചൻ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ എൻ്റെ ചാച്ചൻ ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജ് കിടക്കുകയാണ്, എൻ്റെ ചാച്ചൻ 3 ദിവസത്തിനുള്ളിൽ എഴുന്നേറ്റ് നടന്നാൽ അത്ഭുതമായിരിക്കും, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അല്ലേ? ഞാൻ ദൈവമഹത്വത്തിനായി വട്ടായി അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചാച്ചന് വേണ്ടി സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു 4ാമത്തെ ദിവസമായി ചാച്ചൻ എഴുന്നേറ്റ് നടന്നാൽ ഞാൻ സാക്ഷ്യം പറയില്ല എന്നും ദൈവത്തോട് തീർത്തു പറഞ്ഞു. 4ാമത്തെ ദിവസമായാൽ ഞാൻ പോയി പറയില്ല എന്ന് തന്നെ ദൈവത്തോട് തീർത്തു പറഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ ചെയ്ത ഒരു അടയാളം, ഒരു അത്ഭുതമായിട്ട് കണക്കാക്കും. 4ാമത്തെ ദിവസം എഴുന്നേക്കണമെങ്കിൽ നോർമലായിട്ട് എഴുന്നേറ്റാന്ന് വിചാരിക്കും, പറയൂല. അപ്പൊ അങ്ങനെ എഴുന്നേറ്റ് നടക്കുവാണെങ്കിൽ എൻ്റെ വിശ്വാസം ഇരട്ടിയായി വർദ്ധിക്കും. അതും തമ്പുരാനോട് പറഞ്ഞു. രാവിലെ തന്നെ ഞാൻ ചാച്ചനോട് ചെന്ന് പറഞ്ഞു, അനക്കമില്ലാണ്ട് കിടക്കുവാണ് ചാച്ചൻ പേടിക്കണ്ട, 3ാം ദിവസം യേശുക്രിസ്തു ഉയർത്തതുപോലെ ചാച്ചൻ എഴുന്നേറ്റ് നടക്കും. അത് ഞാൻ ചെന്നപ്പോൾ ചാച്ചൻ കൈ ഇങ്ങനെ എന്തോ കാണിച്ചു. ഞാൻ വൈകുന്നേരം ചെന്ന് നോക്കി, ഇപ്പം എഴുന്നേക്കാൻ മേലാത്ത ആള് സ്വന്തമായി എഴുന്നേറ്റിരുന്നു. സ്വന്തമായി അന്നേക്ക് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഞാൻ ചോദിച്ചു, ചാച്ചനെ ആരെങ്കിലും പിടിച്ചിരിപ്പിച്ചാണോ? അല്ല, ഞാൻ സ്വന്തം എഴുതാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വടി കുത്തി വീടിന്റെ മുൻവശത്ത് വന്നിരുന്നു, ഉമ്മറത്ത് വന്നിരുന്നു, വരാന്തേ വന്നിരുന്നു. 3ാമത്തെ ദിവസം ഞാൻ റബ്ബർ വെട്ടി വരുമ്പോൾ അടുക്കളയിൽ ചെന്നൊരു ചാച്ചൻ അമ്മച്ചോട് ചോദിക്കും, എന്തെങ്കിലും തിന്നാനുണ്ടോ, ഈ വിശക്കുന്നു എന്ന്. കുറെ കാലം ഇങ്ങനെ നടന്ന് 3ാം ദിവസം റബ്ബർ വെട്ടി വരുമ്പോ വടിയും കുത്തി അടുക്കള എല്ലാം ചുറ്റി അടിച്ച് കടന്ന് വിശന്നിട്ട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേ ഞാൻ നിന്ന് വിചാരിച്ചു, ദൈവമേ അങ്ങയുടെ മഹത്വം അങ്ങേ. എന്താ പറഞ്ഞ ഇത് കണ്ടപ്പോൾ എന്താ, എന്റെ ദൈവമേ. അതെ അതെ, അങ്ങയുടെ കാരുണ്യം എത്രയോ വലുതാണ്. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസം എന്നെ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു.
ഞാൻ ഓടി ചെന്ന് പറഞ്ഞു, ഞാനത് വട്ടയ്യച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അങ്ങ് പോയി എവിടെയായാലും സാക്ഷ്യപ്പെടുത്തും. അപ്പോൾ 6 മാസം വരെ വടി കുത്തി പറമ്പിൽ കൂടിയെല്ലാം നടന്നു. യേശുവേ നോക്കിയേ അത്ഭുതം. ഇപ്പോൾ വടിയും വേണ്ട, ഒന്നും വേണ്ട, ആൾ ഉഷാറായി വീട്ടിലുള്ള പണികൾ ചെയ്ത് അമ്മയെ സഹായിച്ച് നല്ല ആരോഗ്യവാനായി ഇന്ന് വീട്ടിൽ ജീവിച്ചിരിക്കും. പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഈ ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം ശ്രദ്ധിക്കുക. ദൈവവചനം അഭിഷേകാഗ്നി ശുശ്രൂഷയിലൂടെ ഷാലോം ചാനലിലൂടെ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അത് ദൈവത്തിൻ്റെ സ്വരമായി വീട്ടിലിരുന്ന് സ്വീകരിച്ചു. അവിടെ അച്ഛൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതും യേശു ക്രിസ്തുവിന് സ്വരമായി അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കും. ചാച്ചൻ എഴുന്നേൽക്കും. വിശ്വാസത്തോടെ അദ്ദേഹം പറയുകയാണ്. ഇത് പരസ്പര അന്തർനിവാസത്തിൻ്റെ ശുശ്രൂഷയാണ്. യേശു തന്നെ ഈ കാര്യങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവമക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ച പിതാവിനെ നിരസിക്കുന്നു. ഇത് വലിയൊരു അന്തർനിവാസത്തിൻ്റെ ശുശ്രൂഷയാണ്. പിതാവും യേശുവും വൈദികനും 3 പേരും വലിയ പരിശുദ്ധ ത്രിത്വവും വൈദികനും കൂടി ലയിച്ചുള്ള ഒരു ലയനത്തിൻ്റെ ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 7:19 യേശു പഠിപ്പിക്കുകയാണ്. യേശുവും പിതാവും തമ്മിലുള്ള ലയനത്തെക്കുറിച്ച് യേശു യോഹന്നാൻ്റെ സുവിശേഷം 7:19 പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. ജോൺ ചാപ്റ്റർ 7 verse 19. Then Jesus answered them, my teaching is not mine, but his who sent me. എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേതാണ് എൻ്റെ പ്രബോധനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് ഇന്ന് ഓരോ വൈദികനും സംസാരിക്കുമ്പോൾ ആ വൈദികനിലൂടെ ആ വൈദികനെ തിരഞ്ഞെടുത്ത ദൈവപിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അത് അതുപോലെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വഴികൾ തുറക്കപ്പെടുകയായി. എന്നാൽ ഇന്ന് നമുക്ക് വൈദികൻ്റെ വാക്കുകളെ ദൈവത്തിൻ്റെ വാക്കുകളായി സ്വീകരിക്കാൻ തടസ്സമായി ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ചിലപ്പോൾ ആ വൈദികൻ്റെ വീഴ്ചകളായിരിക്കും, ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളുമായിരിക്കും, ചിലപ്പോൾ ചില വൈദികരുടെ പരാജയങ്ങളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ഒരു വലിയൊരു തടസ്സമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വൈദികൻ്റെ സ്വരം യേശുവിൻ്റെ സ്വരമായി സ്വീകരിക്കാൻ. എന്നാൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇതൊരു വിശ്വാസത്തിൻ്റെ മേഖലയാണ്. വൈദിക ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെയും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെയും മേഖലയാണ്. ഒരു വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയാണ്. ഞാനിതിനെക്കുറിച്ച് വലിയ വലിയ ബൈബിൾ പണ്ഡിതന്മാരോടും വലിയ വലിയ ആത്മീയ പിതാക്കന്മാരോടും ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്? ദ ഗ്രേസ് ഈസ് ബിൽട്ട് അപ്പോൺ ദ നേച്ചർ. പൗരോഹിത്യം എന്ന വൻകൃപ മനുഷ്യപ്രകൃതിയിലാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഈ മനുഷ്യപ്രകൃതി മരിക്കുന്നത് വരെ ആ വൈദികങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ആ വലിയ ആത്മീയ പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് മനുഷ്യപ്രകൃതിയുടെ ഭാഗമായ മാനുഷികമായ ബലഹീനതകളോ മാനുഷികമായ വീഴ്ചകളോ അത് ഒരു ഭാഗത്തുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ദൈവം നൽകിയ പൗരോഹിത്യവും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ ചില ഇടർച്ചകൾ വന്നു, ചിലപ്പോൾ മനസ്സുകൊണ്ട് അകന്നുപോയി, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതെയായി. എങ്കിൽ ഈ സമയം കർത്താവ് കൃപ ചൊരിയുകയാണ്. കർത്താവിൻ്റെ സഭയോടും കർത്താവിൻ്റെ ശുശ്രൂഷകളോടും കർത്താവിൻ്റെ പൗരോഹിത്യത്തോടും ചേർത്ത് വെച്ച് കർത്താവ് പറയുകയാണ്, ഞാനാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അവരോട് ചെയ്തപ്പോൾ, അവരോട് ക്ഷമിച്ചപ്പോൾ, അവരോട് കൂടെ നിന്നപ്പോൾ എന്നോടാണ് നിങ്ങൾ കാണിച്ചത്, നിങ്ങൾ സ്നേഹിച്ചത്, നിങ്ങൾ സഹായിച്ചത്, നിങ്ങൾ സഹകരിച്ചത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പരസ്പര അന്തർനിവാസത്തിൻ്റെ ശുശ്രൂഷ, മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്ങിൻ്റെ ഈ ശുശ്രൂഷ കൂടുതൽ ഗ്രഹിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിൻ ചൈതന്യമേ എന്നെ നിറയണമേ. ഓ ജ്ഞാനത്തിൻ ചൈതന്യമേ, അറിവിൻ്റെ ചൈതന്യമേ, ഉൾക്കാഴ്ചയുടെ ആത്മാവേ, ഇപ്പോൾ ഹൃദയങ്ങളെ സ്പർശിക്കണമേ.
കഠിനമായ അവസ്ഥകളെല്ലാം ഇപ്പോൾ പരിശുദ്ധാത്മാവേ പ്രകാശിപ്പിക്കണമേ. അന്ധകാരാവൃതമായ അവസ്ഥകളെ പ്രകാശിപ്പിക്കണമേ. ജ്ഞാനത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. അത്ഭുതമായ പ്രകാശമേ, ദിവ്യമാദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. എല്ലാ ദൈവമക്കളും എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ ചൈതന്യമേ Holy Spirit, വന്നു come and dwell in me. നിറഞ്ഞിടണേ. Come and enlighten me. ദിവ്യമാദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. നവ്യരായി മാറ്റണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് രോഗികൾ ഒരു കരം നിങ്ങളുടെ ശരീരത്തിൽ രോഗാവസ്ഥയുള്ള മേഖലയിൽ വെച്ചിട്ട് ഒരു കരം യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കുട്ടികളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മാറാൻ ആഗ്രഹിക്കുന്നവർ കുട്ടികളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. പഠിച്ചിട്ടൊട്ടും മനസ്സിലാകാത്ത വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ഇപ്പോൾ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വലിയ അത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:19. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. യേശുവേ, എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ സഹായം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഇപ്പോൾ സൗഖ്യം നൽകണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവേ, 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 സ്പർശിക്കണമേ. നീ മാത്രമൻ സഹായം, നീ മാത്രമൻ സഹായം. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ